യെസ്, തിരികെ എത്തുമ്പോൾ ഇനി വിദേശ വാർത്തകൾ വിശദമായി അറിയാനുള്ള സമയമാണ്. യെസ്, അപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വർഷയാണെന്ന് വിദേശ വാർത്തകളുമായി ചേരുന്നത്. വർഷ, നേരത്തെ ബംഗ്ലാദേശിലടക്കം വീണ്ടും പ്രക്ഷോഭം കടുക്കുന്നു തുടങ്ങിയ വാർത്തകളുടെ വിശദാംശങ്ങൾ നമ്മളൊന്ന് നോക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കൂടുതൽ വാർത്തകളുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും നിരവധി വാർത്തകളുണ്ട് ഇന്നത്തെ വേൾഡ് സെഗ്മെന്റിൽ. ഏറ്റവും പ്രധാനമായും ഈ ബംഗ്ലാദേശിൽ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇൻക്ലാബ് മഞ്ച് നേതാവ് ഉസ്മാൻ ഹാദി മരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള കലാപങ്ങളൊക്കെ നടക്കുകയാണ്. ആ നിലയിൽ നിരവധി വാർത്തകളുണ്ട്, പരിശോധിക്കും. ശരി. ബംഗ്ലാദേശിൽ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇൻക്ലാബ് മഞ്ച് നേതാവ് ഉസ്മാൻ ഹാദി മരിച്ചു. സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഹാദി മരിച്ചത്. ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രക്ഷോഭത്തിലെ പ്രമുഖ നേതാവായ ഹാദിക്കിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ ക്യാമ്പയിനിടെ അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റത്. ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇൻക്ലാബ് മഞ്ച് നേതാവ് ഉസ്മാൻ ഹാദി വെടിയേറ്റ് മരിച്ചതിൽ ബംഗ്ലാദേശിലാണ് ഇപ്പോൾ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നത്. അത് ധാക്കയിലെ ഡെയിലി സ്റ്റാർ പത്രത്തിന്റെ കെട്ടിടമടക്കം ഇപ്പോൾ പ്രതിഷേധക്കാർ നശിപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം നഗരത്തിലെ ഗതാഗതം സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. ഇനി തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി സംഘർഷം അത് രൂക്ഷമായി തുടരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സംഘർഷം രൂക്ഷമായതോടെ ഇപ്പോൾ മധ്യസ്ഥത വഹിക്കാൻ ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട്. ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും മേഖലയിൽ ചൈനയുടെ നയതന്ത്രപരമായ പങ്ക് വർദ്ധിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ചൈനയുടെ ആ ഇടപെടൽ വന്നിരിക്കുന്നത്. അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ കരാർ തള്ളിയതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ നീക്കം. മുസ്ലിം ഡോക്ടറുടെ ഹിജാബ് വലിച്ചു താഴ്ത്തിയതിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ വിമർശനവുമായി ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സംഭവം ഏറെ അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിതീഷ് കുമാറിന്റെ പ്രവൃത്തി അപലപനീയമാണെന്നും വിദേശകാര്യ വക്താവ് താഹിർ അൻറാബി വിമർശിക്കുന്നുണ്ട്. വിഖ്യാത മാധ്യമപ്രവർത്തകനായ പീറ്റർ ആർനറ്റ് അന്തരിച്ചു. വിയറ്റ്നാം യുദ്ധ റിപ്പോർട്ടുകൾക്ക് 1966 പുലിറ്റ്സർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പത്രമെഴുത്തിലും TV റിപ്പോർട്ടിംഗിലും ഒരുപോലെ ശോഭിച്ച പീറ്റർ വിയറ്റ്നാമിൽ 1962 മുതൽ 75 വരെ അസോസിയേറ്റ് പ്രസിന്റെ യുദ്ധകാര്യ ലേഖകൻ കൂടിയായിരുന്നു. ഇനി സുഡാൻ ആഭ്യന്തര യുദ്ധം തുടർന്ന ഇപ്പോൾ രൂക്ഷമായി തുടരുകയാണ്. വിമതസേനയെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് കഴിഞ്ഞ ഏപ്രിൽ അഭയാർത്ഥി ക്യാമ്പിൽ 1000-ലേറെ പേരെ കൂട്ടക്കൊല ചെയ്തെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കൂട്ടക്കൊലയും ക്രൂര പീഡനങ്ങളും അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് UN റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്.